നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, സാന്റിയാഗോ ബെർണാബുവിൽ FC ബാഴ്സലോണയെ തീർത്തിരിക്കുന്നു റയൽ മാഡ്രിഡ്. കഴിഞ്ഞ തവണ 4 എൽ ക്ലാസിക്കോകൾ നടന്നത് 4ഉം ബാഴ്സയാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ ആദ്യ എൽ ക്ലാസിക്കോ ഇതാ റയൽ മാഡ്രിഡ് വിജയിച്ചിരിക്കുന്നു. അത്യന്തം നാടകീയമായൊരു കളി തന്നെയാണ്. കളിയിൽ പെഡ്രിക്ക് അവസാനം റെഡ് കാർഡ് കിട്ടി. ആ റെഡ് കാർഡ് കിട്ടിയ സമയത്ത് ബെഞ്ചിലിരുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം, ഫൈനൽ വിസിൽ മുഴക്കിയതിന് ശേഷം വീണ്ടും പ്രശ്നം, അങ്ങനെയൊക്കെ വളരെ നാടകീയമായിട്ട് തന്നെയാണ് കളി അവസാനിച്ചത്. 2-1 വിജയം റയൽ മാഡ്രിഡ് നേടുമ്പോൾ റയലിന് വേണ്ടി കിലിയൻ എംബാപ്പയും ജൂഡ് ബെല്ലിംഗാമുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ഫെർമിൻ ലോപ്പസാണ് ബാഴ്സയുടെ ഗോൾ നേടിയത്. മത്സരത്തിൽ റയലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കിലിയൻ എംബാപ്പയും വിനി ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ഒക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് മാർക്കസ് റാഷ്ഫോർഡും ഫെറാൻ ടോറസും ലമീൻ യമാലും ഒക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. കളിയിൽ തുടക്കത്തിൽ റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ട് റഫറി പെനാൽറ്റി വിധിക്കുന്നു. പക്ഷെ പിന്നീട് വാർ ചെക്ക് ചെയ്ത ശേഷം അത് പെനാൽറ്റി അല്ല എന്നും വിധിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താ, കിലിയൻ എംബാപ്പെ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ ആ ഗോളും പിന്നീട് ഓഫ് സൈഡ് പറഞ്ഞുകൊണ്ട് നിഷേധിച്ചു. എന്നാൽ 22ാമത്തെ മിനിറ്റിൽ ബാഴ്സയുടെ വലയിലേക്ക് റയൽ പന്തെത്തിച്ചു. ജൂഡ് ബെല്ലിംഗാമിൻ്റെ കീഴിലൊരു ബോളായിരുന്നു. അതിൽ നിന്ന് കിലിയൻ എംബാപ്പയെ പന്ത് വലയിലേക്ക് എത്തിച്ചു. അങ്ങനെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തു. പക്ഷേ ബാഴ്സ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. കളിയുടെ 38ാമത്തെ മിനിറ്റിലാണ് ഫെർമിൻ ലോപ്പസിൻ്റെ ഗോൾ വന്നത്. 1-1 സമനില. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് 43ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഗോൾ വന്നതോടെ ഇടവേള സമയത്ത് 2-1 എന്ന രൂപത്തിലേക്ക് റയൽ മാഡ്രിഡ് കടന്നുപോയി. രണ്ടാം പകുതിയിൽ ബാഴ്സലോണ നിരവധി നീക്കങ്ങൾ ഉണ്ടാക്കുന്നു. റയലിൻ്റെ ഏരിയയിലേക്ക് ബോളുമായിട്ട് നിരന്തരം കടന്നു വരുന്നു. ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ അവർ തുടരവേ കിട്ടുന്ന അവസരങ്ങളിൽ റയൽ മാഡ്രിഡ് ബാഴ്സയുടെ ഗോൾ മുഖത്തേക്കും വരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഒരു ഹാൻഡ് ബോളിന് റഫറി വാറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പെനാൽറ്റി വിധിക്കുന്നത്. ആ പെനാൽറ്റി 51ാമത്തെ മിനിറ്റിൽ പെനാൽറ്റി. കിലിയൻ എംബാപ്പെ പെനാൽറ്റി എടുക്കുന്നു. പക്ഷേ ആദ്യം മനോഹരമായിട്ട് അത് ഷെസ്നി തടഞ്ഞിടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ടിപ്പ് ചെയ്ത് ബാറിന് പുറത്തേക്ക് തട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ഡേഞ്ചറിൽ നിന്ന് ഒഴിവാക്കി വിടുന്നു. എംബാപ്പയ്ക്ക് പെനാൽറ്റി പിഴക്കുന്നു. പിന്നെയും ബാഴ്സ ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. റയലിൻ്റെ ഭാഗത്ത് അവരുടെ നീക്കങ്ങൾ നടക്കുന്നു. അതിനിടക്ക് പിൻവലിക്കുന്നു വിനി ജൂനിയറെ കോച്ച് സാബി അലോൺസോ. വിനി വലിയ രൂപത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി. വലിയ രൂപത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കയറിപ്പോകുന്നത്. നേരെ ടണലിലേക്ക് പോയി. അതിനുശേഷം പിന്നെ ബെഞ്ചിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു. 72ാമത്തെ മിനിറ്റിൽ വിനിയെ പിൻവലിച്ചിട്ട് റോഡ്രിഗോയെ കളിക്കളത്തിലേക്ക് വിട്ടു കോച്ച് സാബി അലോൺസോ. നീക്കങ്ങൾ ഇരുഭാഗത്തേക്കും നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ബാഴ്സയാണ് കൂടുതൽ നീക്കങ്ങൾ നടന്ന് കിട്ടുന്ന പന്തുമായിട്ട് റയൽ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഗോൾ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എംബാപ്പയ്ക്ക് അവസരങ്ങൾ ലഭിച്ചു. പക്ഷേ അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ പറ്റിയില്ല. ഒടുവിൽ റോഡ്രിഗോക്ക് അവസരമുണ്ടായിരുന്നു. അദ്ദേഹം നേരെ ഷെസ്നിയുടെ കയ്യിലേക്ക് അടിക്കുന്ന അവസ്ഥ. ഫ്രീ കിക്ക്, റോഡ്രിഗോയുടെ ഫ്രീ കിക്ക് ഷെസ്നി മനോഹരമായിട്ട് തടഞ്ഞിടുന്നു. അങ്ങനെയൊക്കെ കളി അവസാന ഘട്ടത്തിലാകുമ്പോഴാണ് പെഡ്രിയുടെ റെഡ് കാർഡ് സംഭവിക്കുന്നത്. അതിനെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും പ്രശ്നങ്ങളുമൊക്കെയായി. എന്നാൽ കളിയുടെ അവസാനം 2-1 എന്ന രൂപത്തിൽ വിജയിച്ച് കയറിക്കൊണ്ട് റയൽ മാഡ്രിഡ് ഇതാ ലാലിഗയിൽ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. 10 കളികൾ 27 പോയിൻ്റാണ് റയൽ മാഡ്രിഡിനുള്ളതെങ്കിൽ 10 കളികളിൽ 22 പോയിൻറ്റുമായിട്ട് ബാഴ്സ ഇപ്പോൾ ഏറെ പോയിൻറ്റിൻ്റെ കാര്യത്തിൽ പുറകിലായി പോയി. 5 പോയിൻ്റ് ഡിഫറൻസ് ഉണ്ട്. ബാഴ്സയാണ് ഇപ്പോഴും 2ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.